morning, ladies and gentlemen. Welcome to your favorite tech news, Chai with Tech with call me Shazam. Yes, after a long interval के बाद मैं यहाँ आया हूँ. ഞാനിവിടെ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു ഫ്രെയിമിലും നാട്ടിലും കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ കേട്ടോ. ഞാൻ തിരിച്ചു പോകും. തങ്കക്കുടത്തിനെ ഞാൻ എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. ഇവൻ്റെ റാം ഒന്ന് അടിച്ചു പോയായിരുന്നു. അപ്പോൾ അതൊന്ന് റീപ്ലേസ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അത് ഈ മിക്ക റാംസും 4-5 വർഷത്തെ വാറണ്ടി ആയിരുന്നുകൊണ്ട് അത് കുഴപ്പമില്ല. സോ ഇപ്പോൾ പുതിയ റാമിലാണ് ഈ സാധനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവിടെ ഒരു സൈഡിൽ ലൈറ്റ് കത്താത്തത്. അപ്പോൾ എന്തിനാണെങ്കിലും നമ്മൾ വന്നിരിക്കുകയാണ് ഗേൾസ്. കുറച്ച് ന്യൂസ് ഉണ്ട്, വളരെ കുറച്ച് ന്യൂസേ ഉള്ളൂ. അതിന് മുന്നേറ്റ് എല്ലാവരും വയനാടിൻ്റെ ഇത് അറിയാമല്ലോ. ആ ഒരു ഡിസാസ്റ്ററിൻ്റെ ഇതിൽ നമുക്കൊക്കെ വിഷമമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 100 രൂപയെങ്കിൽ 100 രൂപ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് പ്രോപ്പറായിട്ട് CMൻ്റെ ഫണ്ടിൽ കൂടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ആർക്കും കൈയിട്ട് വരാൻ പറ്റൂലെന്നാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഞാൻ ട്വിറ്ററിൽ അമിത്ഷാ എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ ഒരു കമൻറ്റിന് ഞാനിങ്ങനെ ട്വീറ്റ് ചെയ്തായിരുന്നു. എല്ലാവരും വന്നിരുന്നിട്ട് അതിനെ വർഗീയത ആക്കുന്നതിലാണ് എനിക്ക് വിഷമോടെ. ഒരു വർഗീയത കമൻറ്റോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്തിരുന്നു, അവർ കേട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നതിനെക്കാട്ടിലും ഇതെന്നൊക്കെ പറഞ്ഞൊരു നാച്ചുറൽ ഡിസാസ്റ്ററാണ്. ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും അളവൊന്നും നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാതെ സഹായിക്കേണ്ട സമയമാണ്. അല്ലാതെ ഞാൻ നേരത്തെ വന്ന് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു ഗവൺമെൻറ്റിനെ വിമർശിക്കുകയോ അങ്ങനെയൊന്നും അല്ല. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഒന്നും വിമർശിക്കാനൊന്നും എനിക്ക് പറ്റൂല. കഷ്ടപ്പെട്ടൊക്കെയാണ് ഈ ഒരു നിലയിലെത്തിയത്. എനിക്കത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഇന്നും ആഗ്രഹമാണ്. എപ്പോഴും പറയണ സാധനം തന്നെ ഇപ്പോഴും പറയണത്. എന്താണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ന്യൂസ് ഗൈസ്. കമാൻ. ആദ്യം തന്നെ ഐഫോൺ 16 Pro മാക്സിൻ്റെയും 16 Proൻ്റെയൊക്കെ കളർ ഇതൊക്കെ ആയിരിക്കുമെന്ന് ഒരു റൂമറാണ്. മറ്റേ അതിൻ്റെ അകത്ത് സോൾട്ട് ഇട്ടിട്ട് കേൾക്കുക, ഇതൊക്കെ റൂമറുണ്ട്. ഇതായിരിക്കാം കളേഴ്സ്. എനിക്ക് ഐഫോണ് കുറച്ച് കളർ കൂട്ടുമായിരിക്കും. ബിക്കോസ് കഴിഞ്ഞ വർഷം ഇറക്കിയ ഫോണിലൊന്നും കളർ ഇല്ലാത്തതുകൊണ്ട് ഈ പ്രാവശ്യം അവർ കുറച്ച് കളർ കൊടുക്കാനുള്ളൊരു വ്യത്യസ്തമായ ഒരു സാധ്യത ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ദർ ഇസ് നോട്ട് ചേഞ്ച് ഇൻ ദ ഡിസൈൻ. സോ ഐ ഫീൽ ദ കളേഴ്സ് ആസ് ഗോയിങ് ടു പോപ്പ് ഔട്ട്. അതേപോലെ iOS 18.1 ഐഫോൺ 15 Pro മാക്സിലൊക്കെ വന്നിട്ടുണ്ട്. വിച്ച് ഹാസ് ആപ്പിൾ ഇൻ്റലിജൻസ്. പബ്ലിക് ബാറ്റയും മറ്റേ ഡെവലപ്പർ ബാറ്റയൊക്കെ ചെയ്യുന്നിടത്താണ് പറയാനുള്ളത്. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ അതുകൊണ്ട് കോൾ റെക്കോർഡിംഗ് വന്നു. ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് ഈ സാധനങ്ങളൊക്കെ 15 Proയും Pro മാക്സിലും മാത്രമേ ഉള്ളൂ. അല്ലാതെ 15, 14, 13 യൂസ് ചെയ്യുന്നവരൊക്കെ മാറ്റി നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഞാൻ പണ്ട് പറഞ്ഞ സെയിം സാധനം തന്നെ. അപ്പോൾ എനിക്ക് ഈ പറയുന്ന ക്രിയേറ്റേഴ്സിൻ്റെ അടുത്തും പറയണം, നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ട് പറയണം കോൾ റെക്കോർഡിംഗ് നൗ അവൈലബിൾ ഓൺ 15 Pro Max. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഓൺ ഐഫോൺസ് എന്ന് പറയരുത്. ഐഫോൺസിലില്ല. പിന്നെ എല്ലാവർക്കും അറിയാം, സാംസങ് ആണ് ഈ ക്വാർട്ടറിലെ നമ്പർ 1 പൊസിഷനിൽ ഷിപ്മെൻറ്റ് പരിപാടിയിൽ. 53 മില്യൺ ഫോൺസാണ് ഷിപ്പ് ചെയ്തേക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ ആപ്പിളും മാങ്ങയൊക്കെ ഉണ്ട്. ഇതിലായാലും സാംസങ് ആണ് പക്ഷേ പൊളിച്ചെടുക്കണത്. സാംസങ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ മടക്കണേ തിരിക്കണേയും ഒക്കെ ഉള്ളത് കൊണ്ട് അമ്മമാർ വച്ച പിടിക്കുന്നേ കുറച്ചും കൂടെ കയറും. അപ്പോൾ എന്തിനാണെങ്കിലും പക്ഷേ അഹങ്കാരം പിടിച്ച കമ്പനിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അതേപോലെ സാംസങ്ങിൻ്റെ എക്സിക്യൂട്ടീവുകൾ സാംസങ്ങിൻ്റെ ചീഫ് അങ്ങേര് കട്ട കലിപ്പില്ല. അവനോട് ആപ്പിളിനെ കോപ്പി അടിച്ച് സാധനം ഇറക്കിയിരുന്നു. അപ്പോൾ ഇങ്ങേരെന്തോന്ന് വായ്പൊളൊന്നും അവിടെ ഇരിക്കുകയായിരുന്നു. ഇതൊക്കെ എന്തൊരു ന്യൂസ്. അതൊരു ന്യൂസാണ്. ചീഫിന് ദേഷ്യം വന്നെന്ന് മറ്റേ ഡിസൈൻ ടീമിനെ തള്ളക്കി കളിച്ചത്. നീ പിന്നെ എന്തോന്ന് വായം നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. ഇവന്മാരെന്തോ നീ എന്തിനൊന്നും ഇടപെടൂലേ? വെറുതെ ഫോൺ ഇറക്കണേ, വെറുതെ വാച്ച് ഇറക്കണേ എന്ന് പറഞ്ഞോണ്ട് ഇരിക്കൂ. അത് നല്ല ചീഫ്. നിൻ്റെ ജോലി ആദ്യം നീ നേരാവണ്ണം ചെയ്യട്ടെ, എന്നിട്ട് ബാക്കിയുള്ളവരെ തലയിൽ കയറ്. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ഈ മാസമാണ് പിക്സൽ ഇവൻറ്റ്. ഗൂഗിൾ പിക്സൽ 9, 9 Pro, 9 XL, ഗൂഗിൾ പിക്സൽ ഫോൾഡ് ഇതൊക്കെയാണ് ഇന്ത്യൻ വിപണിയിൽ വരുന്നുണ്ട്. ഓഗസ്റ്റ് 14 ഗൂഗിൾ ഞാൻ മിക്കവാറും ഈ മാസം ആകെ ചെയ്യാൻ പോകുന്ന ഒരു ഫോണിൻ്റെ ഒരു സാധനം ഈ പറയുന്ന ഗൂഗിൾ പിക്സൽ 9 ആയിരിക്കും. 9 Proയോ 9 XLോ അല്ല, ഫോൾഡ് ഒരിക്കലും അല്ല. ഏകദേശം നാട്ടിൽ ഒരു 2 ലക്ഷം പിടിച്ച മക്കളെ ഉറപ്പാണ്. എനിക്ക് അത്രയും കാശൊന്നും സ്പെൻഡ് ചെയ്യാൻ വയ്യടേ. ബിക്കോസ് ഇപ്പോൾ ഈ സ്പെൻഡ് ചെയ്യുന്നതൊന്നും നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല. വ്യൂസ് വളരെ കുറവാണ്. ആൻഡ് വലിയൊരു നഷ്ടത്തിലാണ് ഞാൻ ഈ കമ്പനി കൊണ്ടുപോടണത് ഈ ചാനലിൽ. അപ്പം ഒരു പിക്സൽ 9 ആയിരിക്കും എടുക്കുന്നത്. ബിക്കോസ് എല്ലാവരും ആ ഒരു പ്രൈസ് റേഞ്ചും പിന്നെ സെയിൽ സമയത്തും ഈ സാധനത്തിൻ്റെ വില കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഫോൺ മാത്രമായിരിക്കും ഞാൻ ഈ ചാനലിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. പ്ലീസ് അഡ്ജസ്റ്റ് ഗൈസ്. ഞാൻ പണ്ടത്തെ പോലത്തെ റിച്ച് സെറ്റപ്പ് അല്ല.
ഇപ്പം കിട്ടുന്ന കാശിന് സ്പെൻഡ് ചെയ്താലും തിരിച്ചൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് സാറിയാ. അപ്പോൾ എന്തിനാണെങ്കിലും ഈ ഫോണുകൾ ഇറങ്ങുന്നു. അതേപോലെ ഈ പറയുന്ന ഗൂഗിൾ പിക്സൽ 9 Pro XL മാത്രത്തിലാണെന്ന് തോന്നുന്നു 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. മിക്കവാറും 9 Proയിലും Pro XLലും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ അവർ തന്നെ ഇറക്കുന്ന ചാർജിങ് പിന്നിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. ഗൂഗിൾ ഇറക്കും. അതിൽ നിന്ന് കാശുണ്ടാക്കണമല്ലോ. ഇപ്പോൾ അതാണ്, ഇപ്പോൾ ആക്സസറീസിൽ നിന്നാണ് ആൾക്കാർ കാശുണ്ടാക്കുന്നത്. അതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ആപ്പിൾ പഠിപ്പിച്ചു കൊടുത്ത പാഠമാണ്. എന്തൊരു ബാലപാഠം. ഇങ്ങനെയൊക്കെ ആയിരിക്കണം. ആപ്പിൾ ഞാൻ പറയും, ആപ്പിൾ കുളത്തിച്ചാടിയ മറ്റവന്മാർ കിണറ്റിച്ചാടും. അതാണ് സംഭവം. എന്തിനാണെങ്കിലും സന്തോഷമുണ്ട്. ഇതാണ് ഗൂഗിളിനെ പറ്റിയിട്ടുള്ള ന്യൂസ്. അതുപോലെ വേറെ മറ്റേ കോമഡി, OnePlusൻ്റെ പുതിയൊരു ഓപ്പണിൻ്റെ പുതിയ കളർ വരാൻ വേണം, ചുമന്ന കളർ. അവർ വിളിക്കണ ചില പേര് അപ്പെക്സ്, എന്തൊരു അൾട്ടിമാന്ന്. എന്തോ ഒരു സാധനമുണ്ട്, എന്തൊരു പേര് അപ്പെക്സ് എന്നാ, അപ്പെക്സ് എഡീഷനാണ്. ചുമന്ന കളറാണ്. പിന്നെ ഇതിൻ്റെ 16 GB റാമും 1 TB സ്റ്റോറേജുമാണ് വരാൻ പോകുന്നത്. പിന്നെ എന്തൊരു ഒരു പ്രൊട്ടക്ഷനാണ്, എന്തോ ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി എന്തോ ഒരു സാധനവും കൂടെ വരുന്നുണ്ട്. മറ്റേ സാധനം ഉണ്ടല്ലോ, അലേർട്ട് സ്ലൈഡറിൽ തന്നെ ഒറ്റ ഇതാക്കി കഴിഞ്ഞാൽ ലൊക്കേഷനും മറ്റത് മറിച്ചൊക്കെ ഓഫ് ആവണം, എന്തോ ഒരു പരിപാടിയൊക്കെ വെച്ച് വരുന്നുണ്ട്. എന്തൊക്കെ പറയണടേ. അപ്പോൾ എന്തൊരു ഒരു സാധനം വരണം. അപ്പം പുതിയ കളർ കമ്മിങ് സൂൺ. August 21 iQOO Z9s സീരീസുകൾ ഇറങ്ങാൻ പോകുന്നു. 2 ഫോണാണ്, iQOO Z9sഉം Z9s Proയും. അതിൽ ആ Z9s Pro നല്ല ഫോണാണ്. അണ്ടർ 25,000 rupees എന്നാണ് കേട്ടത്. ആ പ്രൈസിന് അതൊരു ഗംഭീര സാധനമായിരിക്കും ഡെഫിനറ്റ്ലി. ആൻഡ് അതിൻ്റെ ക്യാമറ സിസ്റ്റം ആണെങ്കിലും എല്ലാം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ യൂസ് ചെയ്തതാണല്ലോ ബാക്കുവിൽ പോയിട്ട്. വീഡിയോ ഫുട്ടേജൊക്കെ പോയി. എന്തിനാണെങ്കിലും പോട്ട് സാരമില്ല, എല്ലാത്തിനും അതിൻ്റെതായ റീസൺ ഉണ്ടല്ലോ. അപ്പോൾ എന്തിനാണെങ്കിലും ആ സാധനം വരുന്നുണ്ട് 21 ജെറി എണ്ണ ഫോൾഡിനെ മടക്കാൻ ശ്രമിച്ചു, പൊട്ടിയില്ല. മടക്കുന്ന ഫോണിന് എന്തിനാ മടക്കണത്? എന്തൊരു ആവട്ടെ, എന്തിനായാലും ജെറി എണ്ണ മടക്കാൻ നോക്കി. പക്ഷേ ഓക്കെ, ഒരു പ്രശ്നമില്ല, സെറ്റ് ആയിട്ടാണ്. ഇത് ഫ്ലിപ്പും മടക്കാൻ നോക്കി, ചമ്മി. അത് ചമ്മാതിരിക്കണമെങ്കിൽ ആപ്പിൾ വല്ലതൊക്കെ ഇറക്കണം. ഇപ്പോൾ ആപ്പിളിൻ്റെ പുതിയ സ്ലിം ഫോൺ ഇറങ്ങാൻ പോകുന്നത് അടുത്ത വർഷം. ആപ്പിൾ iPhone Air എന്നൊക്കെ പറഞ്ഞൊക്കെ കേൾക്കണുണ്ട്. എന്തിനാണെങ്കിലും മടച്ചി ഓടിക്കാനായിട്ട് അങ്ങനെ മടക്കി ഓടിക്കാനായിട്ട് സാധനം ഇറങ്ങണുണ്ട്. അതേപോലെ പുതിയ ടെൻസർ ചിപ്പ് ഉണ്ടല്ലോ, ഗൂഗിൾ പിക്സലിലായിട്ടുള്ളൊരു വേറൊരു ന്യൂസാണ്. ഇനി വരാൻ പോണ ഗൂഗിൾ പിക്സലിൽ വലിയ പെർഫോമൻസ് ഒന്നുമില്ല. അതായത് വലിയ ഗെയിൻസ് ഒന്നുമില്ല, പെർഫോമൻസ് ഗെയിൻ ഒന്നുമില്ല. ചുമ്മാ ഒരു തിരി മറ്റേ സാധനം തന്നെ. ഇനി അങ്ങോട്ട് ഒരു സ്ലൈറ്റ്ലി ഒരു കുറച്ച് ഇതൊക്കെ ആയിരിക്കും ഇനി കേൾക്കാൻ പോണത്. ക്യാമറ ഒന്ന് മറ്റേതൊന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണെങ്കിലും ഇറങ്ങാൻ പോണ പിക്സൽ 9 വലിയ പെർഫോമൻസും തേങ്ങാൻ കൊലയൊന്നും കാണൂല. അതിന് ഇനി 10 ഇറങ്ങണം. TSMC അണ്ണന്മാർ വെറുതെ സാംസങ്ങിൽ നിന്ന് വിട്ടല്ലേ, നമ്മൾ നോക്കിക്കോളാം നിൻ്റെ ചിപ്പ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങും അണ്ണന്മാർ. കഴിവുള്ളവന്മാരുടെ കയ്യിൽ സാധനം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ കണ്ടു അടുത്ത വർഷത്തെ പിക്സലിൽ വേറെ ലെവലായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രവചനം. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് OnePlus Pad 2 എന്ന് പറയുന്ന സാധനം എന്തൊരു ടാബ്ലറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. 40,000 രൂപയാണ്. പോലെ കൂട്ടിയെന്നാണല്ലേ. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്പ് സെറ്റ്, പ്യാന, പിന്നെ ഫ്രീ ആയിട്ട് കീബോർഡ് വരും എന്നൊക്കെയാണ് കേട്ടത്. എന്തോ ബണ്ടിൽ ഓഫറായിട്ട്. കണ്ടിടത്തോളം ഒക്കെ നല്ലതാണെന്നാണ് തോന്നുന്നത്. ബിക്കോസ് കഴിഞ്ഞ വർഷത്തെ പാഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടെ മാറ്റി കാണും അവർ. അതേപോലെ തന്നെ പുതിയ വരാൻ പോകുന്ന OnePlusൻ്റെ Buds 3 Pro അതിൻ്റെ ഫോട്ടോകൾ വന്നിട്ടുണ്ട്. അതിതാണ് ഒന്നും കാണില്ല, ചെറിയ ഒരു ഇത്തിരി മാറ്റങ്ങളൊക്കെ കാണാൻ സാധ്യതയുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ആരും വെടിയും പൊകിയെന്ന് പ്രത്യേകം നോക്കണ്ട. പിന്നെ അതേപോലെ റെഡ് മാജിക്കിൻ്റെ പുതിയ ഫോൺ ഇറങ്ങിയിരിക്കുകയാണ്, 9s Pro എന്ന് പറയുന്ന സാധനം. ഈ 9s Pro ഒക്കെ ദുബായിലുള്ളവർക്ക് മേടിക്കണമെങ്കിൽ നേരെ അൽത്തമാമിലോട്ട് ഓടിപ്പടച്ച് പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും. ഇന്ത്യയിലുള്ളവർക്ക് ഗ്ലോബലി അവരെ വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ഇത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം വിത്ത് ടാക്സ് കൊടുത്തിട്ടൊക്കെ. പക്ഷേ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർവീസൊന്നും കിട്ടൂല, എൻ്റെ അവിടെ ഇരിക്കും നോക്കിക്കൊണ്ടിരിക്കും എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. എന്തിനാണെങ്കിലും പുതിയൊരു സാധനം ഗ്ലോബലിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ വെബ്സൈറ്റ് മൂലം നമുക്ക് മേടിക്കാൻ പറ്റുന്ന റെഡ്മി 9s Pro ഇറങ്ങിയിരിക്കുകയാണ്. റെഡ്മി അല്ല, റെഡ് മാജിക് 9s Pro. ഇനി തൊട്ട് നിങ്ങൾക്ക് ക്രോമിൽ കൂടെയും സർക്കിൾ ടു സെർച്ച് എന്നല്ല, ഇമേജ് സെർച്ച് എന്നുള്ള സാധനം വന്നിട്ടുണ്ട്. ക്രോം യൂസ് ചെയ്യുന്നത്, ക്രോമിൻ്റെ ബേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അല്ല, ബേറ്റ ക്രോം യൂസ് ചെയ്യുന്നവർക്ക് ഈ പറയുന്ന ഗൂഗിൾ ഇമേജസിൽ തന്നെ എന്തിനാണ് നമ്മൾ കാണുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സാധനം വന്നിരിക്കുകയാണ് ഗൈസ്. അതായത് യൂട്യൂബിലൊക്കെ ഏതെങ്കിലും ഒരുത്തിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പോസ് ചെയ്തിട്ട് വട്ടം വെച്ചിട്ട് കാര്യം കണ്ടുപിടിക്കാം. ഈ സാധനം ബേറ്റയാണ്,
ഉടനെ എല്ലാവർക്കും കിട്ടും, ആരും പേടിക്കുന്നുണ്ട്, കാര്യമൊന്നും വേണ്ട, അടങ്ങ് എല്ലാവർക്കും കിട്ടും, അത്രേ ഉള്ളൂ. എനിക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഈ ഐഫോൺ SE 4 എന്ന് പറഞ്ഞ സാധനം ഇറങ്ങുമല്ലോ, ഒരുപാട് ലീക്സും മറ്റതും മറിച്ചതും, ഒന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും, മിനിങ്ങാന്ന് വരും എന്നൊക്കെ പറയണ കേൾക്കാറുണ്ട്. ഇത് വരെ ആപ്പിളിലുള്ളവന്മാർ ഇങ്ങനെ ഒരു ഫോൺ ഇറങ്ങുമെന്നോ, ഇത് എന്തെങ്കിലും എനിക്കറിഞ്ഞൂടാ കേട്ടോ. ബോറടിച്ചു തുടങ്ങി, കുറേ നാളായിട്ട് കേൾക്കുകയാണ് ഇന്ന് മറ്റേ പുലി വരണേ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അമ്മമാർ നമ്മൾക്ക് ഉറങ്ങി കിടക്കുമ്പം റിലീസ് ചെയ്യുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ One UI 7 ബേറ്റ, അത് അടുത്ത മാസത്തേക്ക് വരുമെന്നാണ് കേൾക്കണത് മിക്കവാറും. അതായത് Android 15 ഇത് വെച്ചിട്ട് വരുന്ന One UI 7 ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മെയിൻ ഫീച്ചർ ഡൈനാമിക് ഐലൻഡാണ്. പിന്നെ മറ്റേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സാംസങ്ങിൻ്റെ ഫോണിൽ നമ്മളിങ്ങനെ ആപ്പ് ഡ്രോയർ എടുത്തിട്ട് ഇങ്ങോട്ടാണ് ആക്കാനുള്ളത്. ഇങ്ങനെ സ്ക്രോൾ അപ്പ്, മറ്റേ താഴോട്ട് മുകളിലോട്ട് ആക്കാൻ പറ്റില്ല. അതൊരു ഫീച്ചറാണ് ഈ വർഷത്തെ സോഫ്റ്റ്വെയറിൽ. നമുക്ക് മൊത്തം ഇങ്ങനെ ആക്കാൻ പറ്റും, കസ്റ്റമൈസേഷൻ ഓപ്ഷൻ. എന്തിനാണെങ്കിലും അങ്ങനെ കുറേ വെടിയും പുകയൊക്കെ ആയിട്ട് പുതിയ UI വരുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ആരും ഈ പബ്ലിക് ബേറ്റയൊക്കെ ഇറങ്ങുമ്പോൾ എടുത്ത് ഫോൺ ഇടരുത്. പ്രൈമറി ഡിവൈസിൽ അടിച്ച് പോയി കഴിഞ്ഞാൽ സാംസങ് നമുക്ക് അറിഞ്ഞൂടാ, എന്താ ആരോ പറഞ്ഞു നിൻ്റെ അടുത്ത് ഇത് ഇടാൻ എന്ന് പറയും. അതേപോലെ കൊറിയയിൽ, സത്യം പറഞ്ഞാൽ കൊറിയയിലൊക്കെ പോകണവർ സാംസങ്ങിൻ്റെ ഷോറൂമിൽ പോവുക, ഇഷ്ടം പോലെ കിടിലം വെറൈറ്റി ഫോൺ കേസസ് നിങ്ങൾക്ക് കിട്ടും. ഫോൺ കേസസ്, ആക്സസറീസൊക്കെ ചെമിട്ട് സാധനം കിട്ടും, പല സാധനങ്ങളും. ഞാൻ പറയും നമ്മളിവിടെ ഒന്നും വരാറില്ലാത്തതാണ് സത്യം. സോ ആരെങ്കിലും സൗത്ത് കൊറിയയിലൊക്കെ പോകുകയാണെങ്കിൽ സാംസങ് ഡിവൈസൊക്കെ കൊണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടില്ല കേസ് കിട്ടും. ഹെർഷേസ് ചോക്ലേറ്റിൻ്റെ ഒരു കൊളാബറേഷനിൽ അവരൊരു പുതിയ കേസുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അതാണ് അത്രേ ഉള്ളൂ. അതുപോലെ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന് പറഞ്ഞിട്ടൊരു ചിപ്സെറ്റ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കണം, 4 Gen 2 ആയിട്ട് മറ്റേ താഴെ നിൽക്കുന്ന ഒരു സാധനമാണ്. എന്തിനാണ്, ജസ്റ്റ് ഇതിലൊരു 5G ഉണ്ടെന്നേ ഉള്ളൂ, അഫോർഡബിൾ ആയിട്ടുള്ളൊരു 5G ചിപ്സെറ്റ് എന്ന് മാത്രമേ ഇതിന് പറയാവുള്ളൂ. അതല്ലാതെ ഗ്രാഫിക്സിൽ ചേഞ്ചോ അല്ലെങ്കിൽ ക്ലോക്ക് സ്പീഡിൽ ചേഞ്ചോ ഒന്നുമില്ല. എല്ലാം ഡൗൺ ഗ്രേഡ് ആയിട്ടുള്ള ഒരു സാധനം, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 4th Gen 2, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇറങ്ങിയിട്ട് Redmi 13 5G ഇല്ലേ, ആ ചിപ്സെറ്റ് അല്ല. ഇന്ന് ഷൗമി തന്നെ ഏതോ പുതിയൊരു ഫോൺ ഇറങ്ങാൻ വേണ്ടിയിട്ട് 10,000 താഴെ ആയിരിക്കണം. ബിക്കോസ് ഇത് 10,000 മുകളിലുള്ള ചിപ്സെറ്റ് അല്ല. യു അണ്ടർസ്റ്റാൻഡ് മീ? ഓക്കെ വെരി ഗുഡ്. HK ഹൈറിക്സ് എന്ന് പറയുന്ന കമ്പനി GDDR7 എന്ന് പറയുന്ന മോഡ്യൂൾ ഇറക്കിയിരിക്കുകയാണ്. ഹൈ സ്പീഡ് സാധനമാണ്, ഗ്രാഫിക്സ് കാർഡിൽ വെക്കണം, റാമാണ്. സോ പൊളപ്പനായിരിക്കും. ഇത് മൊബൈൽ ഗ്രാഫിക്സിന് വേണ്ടി വെക്കുന്നതാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ മറ്റേ ചമിട്ട് സാധനമല്ല, ഇത് ഈരിക്കണ അണ്ണലിൽ വെക്കണമല്ല, മറ്റേ ലാപ്ടോപ്പിലേക്ക് വെക്കുന്ന ഗ്രാഫിക്സ് കാർഡുണ്ട്, അതിൽ വെക്കുന്നതാണ്. കുറച്ചും കൂടെ ഹൈ സ്പീഡ് സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്, കുറച്ചും കൂടെ ബെറ്റർ ആൻഡ് എഫിഷ്യൻറ്റ് ട്രാൻസ്ഫർ ഫീഡും ഒക്കെയുള്ള ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. ഇത് മിക്കവാറും ബാക്കിയുള്ളവർ യൂട്ടിലൈസ് ചെയ്യും, അത് ഉറപ്പാണ്. ഈ കമ്പനി വേറൊരു കമ്പനി മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കണം. സാംസങ് റാം ഉണ്ടാക്കാറുണ്ട്, G റാമൊക്കെ. ഇന്ത്യയിൽ ഹോണർ മാജിക് 6 Pro ഇറങ്ങിയിരിക്കുകയാണ്. 90,000 റുപ്പീസാണ് വില. 512GB റാം, 12GB റാമും 512GB സ്റ്റോറേജും വെച്ചിട്ടാണ് ഈ സാധനം വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് ചിപ്സെറ്റ്. അടിപൊളി ഫോണാണ്. ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ദിവസം വരെ ഈ സെയിം പ്രൈസ് ആയിരിക്കും. പ്രൈസ് ഡ്രോപ്പോ ആമസോണിൽ ഓഫർ വരുമ്പോൾ ഇതിൻ്റെ വില കുറയോ ഒന്നുമില്ല. 180 ദിവസത്തേക്ക് പ്രൈസ് ഗ്യാരണ്ടി. 90K ഈ ഫോൺ വെർത്താണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഗുഡ് ഫോൺ. ഐ എം നോട്ട് ഗോണ ലൈ. നിങ്ങൾ എൻ്റെ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ട്, നല്ല ഫോണാണ്. അതിൻ്റെ ക്യാമറ സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും കാർബൺ സിലിക്കൺ ബാറ്ററി സിസ്റ്റമാണ് വരുന്നത്, ലിത്തിയം അയോൺ അല്ല. സ്ലിം, വെരി നൈസ് ഫോൺ. പക്ഷെ 90,000 എനിക്കറിയണം. നിങ്ങൾ പറയട്ടെ, നിങ്ങൾ മേടിക്കൂ 90,000 ഹോണർ? സൂപ്പർ ഫോണാണ്, അത് ഞാൻ ഗ്യാരണ്ടി. എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ് കഴിഞ്ഞ വർഷം. ഈ വർഷം ഞാൻ യൂസ് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ ഈ ഹോണർ മാജിക് 6 Pro ആണ്. പക്ഷെ അവരൊരു 70,000 ഇറക്കിയിരുന്നെങ്കിൽ സെറ്റായിരുന്നു, മറ്റെല്ലാത്തിനും അടിയായിരുന്നു. ഇതിപ്പോൾ OnePlus ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഓഗസ്റ്റ് 6 തൊട്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ വരികയാണ്. SBI, ICICI, പിന്നെ അതോടെ ആക്സിസ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ്സും ഡെബിറ്റ് കാർഡ്സും ഉള്ളവർക്ക് ഈ ഒരു ഓഫർ ദിനങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം. അല്ലാത്തവർ ഒന്നും ചെയ്യണ്ട. കാർഡില്ലാത്തവർ ചുപ്പ് രഹം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഈ ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞ സാധനം നമുക്ക് നോക്കാം കേട്ടോ, വരട്ടെ, ഞാൻ നോക്കാം. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഐ ഹാവ് സീറോ എക്സ്പെക്റ്റേഷൻ വെൻ ഇറ്റ് കംസ് ടു. പണ്ടൊക്കെ ആയിരുന്നു ഡിസ്കൗണ്ട് ആക്കി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കണോ കുറേ എണ്ണം ഉണ്ടടേ. നിനക്കൊക്കെ എന്തോന്നാണ് ഇവന്മാർ തരണം ഈ ആമസോണും ഫ്ലിപ്കാർട്ടും? ദിസ് ഈസ്
മാറ്റി നിന്നൊക്കെ എന്തായിരിക്കും പണ്ട് കുറച്ച് നാൾ മുന്നേ വരെ പ്രോപ്പറായിട്ട് ഡിസ്കൗണ്ട് തരുമായിരുന്നു, പ്രോപ്പർ ഡിസ്കൗണ്ട്. ഇപ്പോഴായിട്ടാണ് ഈ ഇത് വന്നേക്കണത്, മറ്റേ ബാങ്കിനെ പുഷ്ടിപ്പെടുത്താനായിട്ടുള്ള ഓഫേഴ്സ്. ഇതിനെയൊക്കെ എങ്ങനെയാണ് ഞാൻ ന്യായീകരിക്കണത്? എൻ്റെ അമ്മ റെഡിഫ് എന്ന് പറഞ്ഞ സാധനത്തിൽ എന്നെ മറ്റേ ഹാറ്റാണ് കേട്ടോ. എനിക്ക് അതിലുള്ളവന്മാർ ഇത് എന്തായാലും കാണുമല്ലോ. നീയൊക്കെ വെറും എനിക്ക് കേട്ടാ, നീയൊക്കെ പറയണതും മനസ്സിലായല്ലോ, വെറും എന്താ ഇത് അവിടെ ഇരുന്ന് കുരയ്ക്കുക മാത്രമേ ഉള്ളൂ. നീയൊക്കെ വരുന്നത് എവനൊന്നും അറിഞ്ഞിടട്ടെ, എവനൊന്നും അറിഞ്ഞിടട്ടെ. പിന്നെ നീയല്ലേ എനിക്കൊക്കെ പഠിപ്പിച്ച് തന്നിരിക്കണത് എവനൊന്നും അറിഞ്ഞിടത്ത് പറയാനായിട്ട്. എനിക്ക് ചിരിയാണ് പറഞ്ഞത്. ഞാൻ വല്ല വിമർശനം ഇസ് നൈസ്. ഈ ഒരുത്തനൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ വിമർശനമല്ല. നിങ്ങൾ ഈ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുക. ഒരാളെ ഒരുമാതിരി വന്ന് ഈ അടിച്ച് തകർത്തി. നമ്മുടെ നാട്ടിലുള്ളവരുടെ ഒരു ചിന്തയുടെ പ്രശ്നമാണത്. അവർ വിചാരിക്കുന്നത് അത് വിമർശനമാണെന്നാണ്. ഒരുത്തനെ അടിച്ച് താക്കുക, ഒരുത്തനെ ഇല്ലായ്മ പറയുക എന്ന് പറയുന്നത് വിമർശനമാണ്. ഒരിക്കലും അല്ല. വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നിൻ്റെ വീഡിയോ കൊള്ളാം, പക്ഷേ നീ ഇങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ചെയ്യണം, അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതല്ല. അല്ലെങ്കിൽ നീ പറഞ്ഞത് ശരിയല്ല, അത് തെറ്റുണ്ട് അതിൽ, ഇതിൻ്റെ ശരി ഇതാണ് അതിൻ്റെ പ്രൂഫ്, നീ ഇതൊന്ന് വായിച്ചു നോക്ക്. ഇതാണ് വിമർശനം. ദിസ് ഈസ് വാട്ട്സ് കോൾഡ് ക്രിറ്റിസിസം. അല്ലാതെ നിനക്കൊന്നും അറിഞ്ഞൂടെ, നീ മണ്ടനാണ്, നീ പട്ടനാണ് എന്ന് പറയണതല്ല. കുറേ എണ്ണം ഉണ്ട് റെഡിഫ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോലെ ചില എന്നെ അയ്യോ അത് വേറെ കോമഡി ആണുണ്ട്. ഇവിടെ എൻ്റെ ബ്രദറൊക്കെ വന്നിട്ട് പറഞ്ഞു റെഡിഫിൽ നിനക്ക് കട്ട ഹാറ്റാണ്. ഞാൻ പറയും എൻ്റെ പൊന്നു ബ്രോ, ഞാൻ ആ പരിപാടി ആ ഒരു സൈഡിലോട്ടേ പോകാറുള്ളൂ. അവന്മാർ എന്തിനോ കുരച്ചിട്ട് പോട്ട്, എന്തോ മറ്റേ ബുദ്ധിമാന്മാരാണെന്ന് മാത്രം മറ്റേ സെൽഫ് പ്രൊക്ലെയിംഡ് ആയിട്ട് ഇരിക്കണവന്മാരാണ് ഈ റെഡിഫിൻ്റെ അകത്ത് ഇരിക്കണത്. ചെയ്തോട്ട് അവന്മാരെ ബാഡായി. എന്നിട്ട് അവനൊക്കെ പറയണേ എനിക്ക് ഭാര്യയും കൊച്ചുങ്ങളൊക്കെ കൊണ്ട്, നീ എൻ്റെ ദൈവമേ ഇന്ന് പേട ഇറക്കാം ഇവിടെ നിന്ന് വളവണ. അതുപോലെ മെറ്റ AI എന്ന് പറയുന്ന സാധനം വാട്സാപ്പിൽ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇനി തൊട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നൊക്കെ നിന്നിപ്പിൽ മെറ്റയുടെ അടുത്ത് ചോദിക്കാം. അതായത് ഈ മെറ്റാ ക്ലാസ്സിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന AI സിസ്റ്റം ഇസ് ഇൻ ദ വാട്സാപ്പ്. തൽക്കാലത്തേക്ക് ടൈപ്പ് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ സൂൺ ഒരു അപ്ഡേറ്റ് മൂലം നിങ്ങൾക്ക് മറ്റേ വോയിസ് മെറ്റ എന്തിനാണ് സംഭവം എന്നൊക്കെ പറയുന്ന പരിപാടി വരാറുണ്ട്. ഫോർ ദ ടൈം ബീങ് ടൈപ്പ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ മെറ്റയുടെ അടുത്ത് ചോദിക്കേണ്ടത്. ആൻഡ് മെറ്റ ക്യാൻ ടീച്ച് യു എനിത്തിങ്. ഒരു ലാംഗ്വേജ്, ഒരു ഇമേജ് ജനറേഷൻ, അത് ഒരു സാധനം പ്ലാൻ ചെയ്യണമെങ്കിൽ അത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു വലിയ വാക്ക് പറഞ്ഞ് അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞു തരും, എല്ലാം. So that is there. Please try it out. And the last and the final news, ladies and gentlemen, നമ്മുടെ റഷ്യ iOS, ആൻഡ്രോയിഡ്, ഗൂഗിൾ തുടങ്ങിയ സാധനങ്ങൾ ബാൻ ചെയ്തിരിക്കുകയാണ്. കലിപ്പ് തള്ളേ കലിപ്പ് തീരണല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുടിൻ ഇറങ്ങിയിരിക്കുകയാണ്. 3 എണ്ണം തന്നെ ബാൻ ചെയ്യാൻ പോകുന്നു. ഇനി മിക്കവാറും അതോടെ നമ്മുടെ ചൈനയിലുള്ള ഹുവാവി ഇങ്ങനെ എന്താ ഞാൻ കേട്ടത്, നമ്മുടെ ഫോണിൻ്റെ സെയിൽ കൂടാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയിലാണ് ഹുവാവി വന്നിരിക്കുന്നത്. ബിക്കോസ് ഹാർമണി OS 3 കാറ്റഗറിയിലും വരില്ല. ഈവൻ ദോ ലിനക്സിൻ്റെ രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിലും ഹാർമണി OS മിക്കവാറും റഷ്യ റൂൾ ചെയ്യും. അപ്പോഴത്തേക്ക് ഹാർമണി OSൽ ചൈനയും മാർക്കറ്റും റഷ്യൻ മാർക്കറ്റും കിട്ടും. അത് മാത്രം മതിയല്ലോ, പിന്നെ വേറെ എന്തെങ്കിലും വേണോ? അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. iOSഉം മറ്റേ ആൻഡ്രോയിഡും അല്ലെങ്കിൽ പിന്നെ വേറെ ആകത്തുള്ളൂ ഇത് തന്നെ, ഹാർമണി. അതുകൊണ്ട് റഷ്യക്കാർ തള്ളക്കി വിളിച്ചിട്ട് വിട്ടിരിക്കുകയാണ്. അമേരിക്കത്തിലോ കട്ടക്കലിപ്പും സീനൊക്കെയാണ്. എന്തിനാണെങ്കിലും കൊള്ളാം. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ന്യൂസ്. പിന്നെ മുടി ഞാൻ കെട്ടി വെച്ചേക്കണത് ഇവിടെ കഴിഞ്ഞ കഷ്ടകാലത്തിന് ബ്ലോഡർ ചെയ്തത്. അപ്പം മുടി ചപ്പിയിരിക്കുകയാണ്. ഒറ്റ കുളി കഴിക്കുമ്പോൾ ഫസ്റ്റ് കുളിയിൽ അത് തീരും. എൻ്റെ ബാക്ക് ടു മൈ ചുരുണ്ട മുടി. അപ്പോൾ അതുവരെ കെട്ടി വെച്ചേക്ക് ഇന്നത്തേക്ക്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലെ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്താണ് ഗൈസ്, നിങ്ങൾ ഇനി ഫ്രീ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യരുത്. എനിക്കറിയാൻ പറ്റിയത് there are certain സോഷ്യൽ മീഡിയ ആൻഡ് അതർ സ്റ്റാഴ്സ് കാശ് മേടിച്ചിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ അറിയാം നിങ്ങളെയൊക്കെ വെച്ചിട്ട് എത്ര വ്യൂസ് ഇവരൊക്കെ ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ട് എത്ര പൈസയ്ക്ക് ഇനി ഇൻ്റർവ്യൂ ചെയ്താൽ മതി. ആരായാലും സഞ്ചാശ് വർക്ക് ചെയ്യണം തൊട്ട് ഏവനാണെങ്കിലും കാശ് മേടിച്ചിട്ട് ഇനി നീയൊക്കെ പോയി ഇൻ്റർവ്യൂ കൊടുത്താൽ മതി പ്ലീസ്. ഒരു അപേക്ഷയാണ്. വേണമെങ്കിൽ എടുക്കാൻ ഇല്ലാതെ നീ പട പട്ടിയെന്ന് വേണമെങ്കിൽ നിനക്കൊക്കെ പറയാം. നിങ്ങളെ ലൈഫാണ്, നിങ്ങളെ ഇഷ്ടമാണ്.
സോ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഒന്നുകൂടി എടുത്ത് പറയുന്നു ഗൈസ്, വയനാടിൻ്റെ ഡിസാസ്റ്ററിലോട്ട് പ്ലീസ് എല്ലാവരും നിങ്ങളുടെ ഒരു സംഭാവന, 100 രൂപയെങ്കിൽ 100 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ, ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഗൈസ്. ഒരു വലിയൊരു മോബ് നമുക്കൊരു 10 രൂപ അയച്ചാൽ പോലും ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. സോ എല്ലാവരും അത് ചെയ്യുക. നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ഡ്യൂട്ടി പോലെ തന്നെ അത് എടുക്കുക. ബിക്കോസ് ഓരോ ദിവസം നമ്മൾ ആ ഒരു ഡിസാസ്റ്റർ പരിപാടിയൊക്കെ കാണുന്ന സമയത്ത് വി ഫീൽ വെരി ബാഡ് ആൻഡ് വി ഹാവ് ടു സപ്പോർട്ട് ദം അറ്റ് ദിസ് റൈറ്റ്. ഞാൻ പറയും ബ്ലെയിം ഗെയിമോ അങ്ങനെയൊന്നും അല്ല, അവൻ്റെ കുറ്റം ഇവൻ്റെ കുറ്റമെന്നൊന്നും പറയേണ്ട സമയമല്ല. ഡിസാസ്റ്റേഴ്സ് ഹാഡ് ഹാപ്പൻഡ് ആൻഡ് വി ഹാവ് ടു സ്റ്റാൻഡ് വിത്ത് ദം. സോ പ്ലീസ് കോൺട്രിബ്യൂട്ട് ഗൈസ് എന്നാണ് എനിക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾക്ക് പറയാനുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച്, ലവ് യു ഗൈസ് സോ മച്ച്, ടേക്ക് കെയർ. ഈ മാസം ഞാൻ പറഞ്ഞു നമുക്ക് അധികം റിവ്യൂ കാര്യങ്ങളും പറഞ്ഞാൽ ഞാനും കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് ഈ ഒരു മാസം. ആൻഡ് ലൈക്ക് ഐ സെഡ്, ഇറ്റ് ഈസ് എ നഷ്ടത്തിലോടുന്ന പരിപാടി. ദിസ് ടെക് ചാനൽ എന്ന് പറയുന്ന സാധനം ഞാൻ മേടിച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് നഷ്ടമാണ്. അപ്പോൾ ഞാനിനി എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഫോണുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് പേര് പറയുന്നു Honor 200 Pro ചെയ്യും, മറ്റേ ഒന്നും ചെയ്യുന്നില്ല. സോ സോറി ടു സേ ഗൈസ്, ഇതൊക്കെ ഇട്ടാൽ തന്നെ ഇപ്പോൾ വ്യൂസ് വളരെ കുറവാണ്. ആൻഡ് നമ്മളൊക്കെ വ്യൂസിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്ന സാധനം വരുന്നത്. സോ ഐ ഫീൽ ഇറ്റ്സ് ഹൈ ടൈം ഐ ഗോ ബാക്ക് ടു മൈ റൂട്ട്സ്. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും സ്കിറ്റ് ഐഡിയ ഒക്കെ വരികയാണെങ്കിൽ അത് ചെയ്യാം. അല്ലാതെ ഹൈപ്ഡ് ആയിട്ടുള്ള ഫോണുകളോ അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സോ ഇനി തൊട്ട് ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ പറയുകയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ഇസ് ഗോയിങ്, ഐ ആം ദ ഗോയിങ്, ടേക്ക് കെയർ ഗോയിങ്, ബൈ ബൈ ഗോയിങ്, ലവ് യു ഓൾ, ബൈ ഗൈസ്.